വളരെ കാലമായി എന്റെ പിറന്നാളിനെ കുറിച്ചുള്ള ഓർമ്മ പോലും എനിക്കുണ്ടായിരുന്നില്ല. ഏതായാലും ഇത്തവണ ഓർത്ത നന്നായി സർ. ഇവളുടെ അമ്മ ഉണ്ടായിരുന്നപ്പോ അവളത് ഓർമ്മിപ്പിക്കുമായിരുന്നു. എന്റെ ജന്മദിനം എന്നാണെന്ന് പോലും എനിക്കറിയില്ല. ഓർമ്മ വയ്ക്കുമ്പോ ഞാൻ അനാഥാലയത്തിലായിരുന്നു. തന്റെ പിറന്നാൾ എന്നാടോ? പുഷ്പാങ്കത, ഇത് സ്വന്തം വീടാണെന്ന് വിചാരിച്ചാൽ മതി. എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇത് തിന്നോ. തീറ്റയ്ക്ക് നാണോ മാനവും നോക്കേണ്ട ആവശ്യമില്ല. തട്ടിക്കോടാ. ഇത്രയും സന്തോഷപ്രദമായ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ വളരെ കാലം കൂടിയാണ്. അല്ല, ജയലന്ത ഒന്നും കഴിക്കാത്തത്? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാനൊരു തീവ്രവാദിയാണ്. അവൻ നേരെ മറിച്ചു. എന്താടാ ഇതിനകത്ത് പായസമുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ വന്നത് എനിക്ക് സന്തോഷമായി. സോറി, പറയാൻ താമസിച്ചു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഓ, താങ്ക് യു, താങ്ക് യു. സർ, വളരെ കാലമായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന പുസ്തകമായത്. സാറിന് എവിടെ കിട്ടി? എനിക്കൊരു വലിയ പുസ്തകശേഖരം ഉണ്ടായിരുന്നു. എല്ലാം ഓരോരുത്തർ കൊണ്ടുപോയി. പുഷ്പാങ്കത നിങ്ങൾ വേണം എന്ന് ചോദിച്ചാ എടുത്തോളൂ. താങ്ക് യു സർ. നിന്റെ ആ പഴയ സ്വഭാവം. നിനക്കെന്തിനടാ പുസ്തകം? നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഏത്? നിഘണ്ടു.